ഹലോ, ദേശീയമ്മ ഹിയർ. അപ്പൊ നമുക്കിന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ഇപ്പൊ നൈറ്റിലൊക്കെ പിങ്ക് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ വാങ്ങി ഒരു പാഴ്സല്. സോ ലെറ്റ്സ് അൺബോക്സ് ദിസ്. കുറേയൊക്കെ സ്കിൻ കെയർ ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ കുറച്ച് സാധനങ്ങളായിട്ടുള്ളത് പൊട്ടിച്ചിട്ടില്ല. സോ പൊട്ടിച്ച് നോക്കി നോക്കാം. ഞാനും എക്സൈറ്റഡ് ആണ്. പിന്നെ കുറെ സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കാത്തതാണ്, യൂസ് ആക്കാത്തതാണ്. സോ എനിക്ക് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതും ഒന്ന് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ബെസ്റ്റ് ടൈമാണ്. ബിഗ് സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സെയിലൊക്കെ കഴിയുന്നതിന് മുന്നേ തന്നെ പോയി വാങ്ങാൻ നോക്കി നോക്കൂ. സോ ലെറ്റ്സ് ഓപ്പൺ ദിസ്. ഓക്കെ. പിന്നെ ഇതിലുള്ളത് മുഴുവൻ എനിക്കുള്ളതല്ല, പകുതി ഇതില് മുക്കാലും ധീരജിന്റെ ഐറ്റംസ് ആണ്. ആൾക്ക് ആവശ്യമുള്ള കുറെ കാര്യം ആദ്യം നമ്മുടെ ആണല്ലോ, ഞാൻ യൂസ് ചെയ്യും. ജസ്റ്റ് നോക്കി നോക്കാം. അതായത് ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും. ഓൺലൈനിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, ഒന്നും വേറെ പുറം ലോകം കണ്ടിട്ടില്ല. അങ്ങനെ എടുത്തു വെക്കും, എല്ലാവർക്കും പറഞ്ഞ് എടുപ്പിക്കും, അത്രയൊക്കെ ഉള്ളൂ. അപ്പോ നമുക്ക് നോക്കി നോക്കാം ഇതില് എന്തൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് മുഴുവൻ ഇതാവും. ഫസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ. ഓ ഓക്കെ, ബിഷ് കെയറിന്റെ ആലോവേര ജെല്ലാണ്. ഇത് ധീരജിന്റെ ആയിട്ടാണ്, ധീരജ് യൂസ് ചെയ്യാറുള്ളത്. ഫ്രഷ്, ഒരു ഫ്രഷ്നെസിന്റെ ഒക്കെ ഒരു മണം. വിത്തൗട്ട് ഫ്രാഗ്രൻസ് ഒന്നല്ല, ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ട്. വൈറ്റമിൻ ഇ ഉണ്ട്, അങ്ങനെ പറയുന്നത്. പ്യുവർ ആൻഡ് നാച്ചുറൽ അലോവേര ജെല്ലൊക്കെയാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, ഏതെടുക്കും ഏതെടുക്കും. ഇതെന്താ? ഓ ശരി, ഇത് ബോഡി വൈസിന്റെ സാലിസിലിക് ആസിഡ് വരുന്ന ബോഡി വാഷ് ആണ്. ഞാൻ ഇത് ഇത്രയും ചെറുതാവുമെന്ന് വിചാരിച്ചില്ല. ഞാൻ അതിൽ എമ്മൽ നോക്കാൻ മറന്നു. ഇത് 100 ml. ഇറ്റ്സ് ഓക്കെ. ഇത് ഇതും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ, എൻ്റെ ബോഡി എന്ന് പറയുന്നത് മറ്റേ ചിക്കൻ സ്കിന്നാണ്. സ്ട്രോബെറി സ്കിന്നൊക്കെ ഉണ്ടല്ലോ, നിറയെ ആക്നീസും മറ്റേ ഇതൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ സോപ്പൊന്നും എന്തായാലും യൂസ് ചെയ്യൽ നടക്കില്ല. കുറെ കാലമായിട്ട് ഞാൻ സോപ്പൊക്കെ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. കുട്ടികൾ മുതലേ അങ്ങനെയാണ്. അപ്പോൾ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള ഒന്നായിട്ടാണ് ഇതും ട്രൈ ചെയ്ത് നോക്കാനുള്ളതാണ്. അതുകൊണ്ട് മേ ബി എനിക്ക് തോന്നുന്നു ഞാൻ ഓക്കെ നോക്കി നോക്കാം, എന്നിട്ട് വലുത് വാങ്ങാൻ നടക്കുന്നുണ്ടെങ്കിലല്ലേ വേണ്ടു. കുറെ പരീക്ഷണങ്ങൾ, എക്സ്പെരിമെന്റ് ഒക്കെ കുറെ എണ്ണത്തിൽ കഴിഞ്ഞുകൊണ്ട് ഇനി വേറൊരെണ്ണം കൂടി ഞാൻ വാങ്ങണം വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ്. ഒരു എക്സ്ട്രീം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. എന്നിട്ട് കഴിഞ്ഞാലും എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിങ്ങനെ അങ്ങനെ റീഅപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പൊ കുറെ ഇങ്ങനെ പരീക്ഷണങ്ങൾ കുറെ നടത്തിയിട്ടുണ്ട്, കുറെ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, കുറെ മരുന്നൊക്കെ അങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോരും. പിന്നെ അതവിടെ കിട്ടും. പിന്നെ മടിയാണ് ഒന്നാമത്. ഒരു കാര്യം കറക്റ്റായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ എനിക്ക് നല്ലതാണ്. ഇതില് പറയുന്നുണ്ട് ഇത് 1% സാലിസിലിക് ആസിഡ് എക്സ്ഫോളിയേറ്റ് ചെയ്യും, ഡെഡ് സ്കിൻ നോക്കി എക്സ്ഫോളിയേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രിവെൻസ് ബോഡിയാണ്. നോക്കി നോക്കാം, യൂസ് ചെയ്തിട്ട് നോക്കാം. അറിയില്ല, വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ഇതുവരെ യൂസ് ചെയ്തതും സക്സസ് ആയിട്ടില്ല. സോ ഇതാണ് നെക്സ്റ്റത്തെ ഐറ്റം എന്ന് പറയാൻ കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. മിൽക്ക് സൺസ്ക്രീൻ ആണ്. ധീരജിന്റെ സ്കിന്നിനെ ഉപയോഗിച്ച് നല്ല കുഴപ്പമില്ല എന്നുള്ളത്. ഞാനും മിഷ്കേറിന്റെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ.
എനിക്കും ഇഷ്ടമായി. ഞാൻ ഉപയോഗിക്കുന്നതും അതിൻ്റെ തന്നെയാണ്. ഇത് ഓൾ സ്കിൻ ടൈപ്സ് ആണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇത് ആ പറഞ്ഞ പോലെ തന്നെ ഒരു മെയിൻ സ്ട്രക്ചർ തന്നെയാണ് കാണിക്കുന്നത്. ഞാനങ്ങനെ ഓവറായിട്ട് എടുത്തിട്ടില്ല. ധീരജിന്റെ വന്നാൽ ചിലപ്പോൾ എന്താ പറയാ കൊള്ളാം. ഓ, നെക്സ്റ്റ് വിഷ് കെയറിന്റെ തന്നെ ലിപ് ബാം. ഇതിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ തന്നെ മറ്റേ ഏതാ റോസിന്റെ ആണോ സ്ട്രോബെറിയുടെ ആണോ എന്നറിയില്ല. ഒരു ഇതിലുള്ളത് ഒന്നുണ്ട്, ഇതും ഉണ്ടായിരുന്നു അതില്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മറ്റത് വെയിറ്റ് ഉണ്ടാവും. ഇത് കഴിഞ്ഞ രണ്ടെണ്ണമാണ്. ഇത് കഴിഞ്ഞ രണ്ടെണ്ണല്ല. അയ്യോ, ഇതിന് കുറച്ചും കൂടെ ഉണ്ട്. പക്ഷേ ഇത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇതിന്റെ അവസ്ഥയൊന്നും കാണിച്ചു തരാം. ഇത് സത്യത്തിൽ പറഞ്ഞാൽ ഇത് ധീരജ് യൂസ് ചെയ്തിരുന്നതാ. ഇത് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഇത് കുറച്ച് ടിൻറ്റഡ് ആണ്. ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതാ. പക്ഷേ എനിക്ക് ഇത് ഇഷ്ടമായിട്ടില്ല. സെറമൈഡ് കോജിക് ആസിഡ് സിനിമയായിട്ട് വാട്ടർ മെലൺ ആണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഇതാക്കാനുണ്ടോ, ടിൻറ്റഡ് ആണ് കേട്ടോ. കുറച്ച് ഒരു ടിൻറ്റൊക്കെ ഉള്ളതാണ്, എനിക്കറിയണ്ടാവും. ഇതിന്റെ ഇത് ടിൻറ്റൊക്കെയും ടെക്സ്ചർ കാര്യങ്ങൾ ഇതൊക്കെ നല്ലതാ. എനിക്ക് ഇത് ഇടുമ്പോ ലിപ്സ് നിറം അങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ബ്രൗൺ ആവുമല്ലോ നമ്മുടെ ലിപ്സ്. അതൊക്കെ കുറയ്ക്കുന്ന പോലെയൊക്കെ ഇത് തോന്നിയിട്ടുണ്ട്. ഇത് എനിക്ക് തന്നെയാണ്. പക്ഷെ എനിക്കിതിന്റെ സ്മെല്ല് ഇഷ്ടമല്ല. എനിക്കിതിന്റെ സ്മെല്ല് അത്ര ഇഷ്ടമല്ല. ബട്ട് അതർവൈസ് ഇത് നല്ലൊരെണ്ണമാണ്. പിന്നെ ഇത് ധീരജ് യൂസ് ചെയ്തിരുന്നതാണ്. ഇതിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. കോടയാണ് കേട്ടോ അത്. ഇതിന്റെ അവസ്ഥ ഇത് ഞാൻ തോണ്ടി അമ്മാതിരി ഇതിനെ ഞാൻ ഇതാക്കിയിട്ട് ഇങ്ങനെ എടുക്കലാണ് ഇപ്പൊ എന്റെ പണി. ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ഇതിടാൻ പറ്റില്ല. അത് ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ തന്നെയാണ് തീർത്തത്. അതും മാരേജ് കഴിഞ്ഞ് 1 month ഒക്കെ ആയിട്ട് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോഴേ അത് തീർത്തു. ഇത് പറയുമ്പോ അത് കുറച്ച് കാലമായി. ഇതിൻ്റെ തീർന്നിട്ടേ ഉണ്ടായിരുന്നില്ല. സ്മെല്ല് പിന്നെ ഒന്നും പറയണ്ട, അടിപൊളിയാണ്. കൊക്കോയുടെ കൊക്കോ ബട്ടർ ആണത്. സോ കൊക്കോയുടെ ആ ഒരു സ്മെല്ല് നന്നായിട്ടല്ല, നല്ലതാ. ലിപ്സിൽ നിൽക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ലിപ്സിൽ ഇടുന്നതല്ലേ, അത് ഇങ്ങനെ പോയോണ്ടിരിക്കും. പക്ഷെ റീഅപ്ലൈ ചെയ്യാം, നല്ലതാണ്. നെക്സ്റ്റ് ഫോക്സ് ടെയിലിന്റെ മോയ്സ്ചറൈസർ ആണ്. ഇത് എനിക്കല്ല, ഇതും ധീരജിനാണ്. എനിക്ക് വേറെ മോയ്സ്ചറൈസർ ട്രൈ ആയതുകൊണ്ട് അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാം എടുത്ത് വെക്കും. പക്ഷെ ഇതിൽ കുറവാണ്. ഞാൻ വേറെ കാണിച്ചു തരാം. കൊള്ളാം. ഇത് എങ്ങനെ ഉണ്ടെന്നും എനിക്കറിയില്ല. അത് യൂസ് ചെയ്തിട്ട് ആളെന്നെ പറയാം. എന്റെ മോയ്സ്ചറൈസർ ഇതല്ല. നെക്സ്റ്റ് ഞാൻ വാങ്ങിയതാണ് ലിപ്പി. നൈക്കയുടെ സ്മൂത്ത്. ഇതിന്റെ ഷെയ്ഡ് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയില്ല. ഷെയ്ഡ് പൊട്ടിക്കണമെന്ന് എനിക്കൊരു തോന്നുന്നുണ്ട്. ഷെയ്ഡാണ് കാണാല്ലേ. ഷെയ്ഡ് കളർ കാണാണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇത് ഞാൻ ആഗ്രഹിച്ചു വാങ്ങിയതാണ്. കുറെ കണ്ടിട്ടുണ്ട്. അപ്പോ ഇത് വേണം എന്ന് തോന്നിയത് ഞാൻ വാങ്ങിയതാണ്. നൈക്കയുടെ വണ്ടർലസ്റ്റ് ഫ്രഞ്ച് ലാവൻഡർ ഫീൽഡ്സ്. ഇത് ഞാൻ വേണം, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിനൊക്കെയും ഈ സെയിലിട്ട് വരുമ്പോൾ റേറ്റ് നല്ല കുറവുണ്ട്. ഇതിന്റെ വേറെ സ്ട്രോബെറിയുടെയും ഒക്കെ ഉണ്ട്.
ഞാൻ ആദ്യം യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് പിന്നെ അതേക്കുറിച്ച് കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല. ക്രൂവൽറ്റി ഫ്രീ, പാരബൻ ഫ്രീ, വീഗൻ എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം യൂസ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതൊക്കെ ഒരു 550 ഒക്കെയാണ് റേറ്റ് കൊടുത്ത് കാണാനുള്ളത്. പക്ഷേ ആ റേറ്റിനൊന്നല്ല എനിക്കിത് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ ഈ കളറിനോട് കുറച്ച് ഒബ്സസ്ഡ് ആണ് ഞാൻ. ആ, അയ്യേ, ആക്രാന്തം കാരണം കുറച്ച് കഴിക്കുകയും ചെയ്തു. നല്ലൊരു പെർഫ്യൂം ഫ്രാഗ്രൻസ് ആണ്. എനിക്കിഷ്ടമായി കളറും മൊത്തം ഇഷ്ടമായി. സ്മൂത്ത് ഓഫ്, കൊള്ളാം. ഞാൻ ഓൾറെഡി ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഇതൊന്നും എനിക്ക് താങ്ങില്ല. ഇതൊന്നും ഇതൊന്നും എനിക്ക് മതിയാവില്ല. കൊള്ളാം. അപ്പോ അങ്ങനെ നമ്മുടെ ഈ നൈക്ക പിങ്ക് സെയിൽ ഹോള് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ്. ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കി വെക്കണം. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി ഷോപ്പിംഗ് ഹോൾ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എപ്പോഴേലും ഒക്കെ കാണണം. നോക്കാം. Bye bye.